ഇപ്പോൾ സ്കൂൾ അടച്ചതല്ലേ, അപ്പോൾ വൈകുന്നേരം കളിച്ച് ക്ഷീണിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോം മെയ്ഡ് ഈവനിങ് സ്നാക്ക് ആയാലോ. എന്നാൽ ഒരു ചെറുപയർ കട്ട്ലറ്റ് പരിചയപ്പെടാം. അതിനാവശ്യമായിട്ട് 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം 1/4 kg ചെറുപയർ വെള്ളത്തിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുപയർ വേവിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ക്യാപ്സിക്കം നന്നായി ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിനിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കുക. പിന്നെ ബ്രെഡ് ക്രംസും മാറ്റി വെക്കണം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നേരത്തെ മുറിച്ചു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും ക്യാപ്സിക്കവും അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അല്പം ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിച്ചെടുക്കുക. തൊലിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കുക. ചെറുപയറൊക്കെ വെന്ത് വെള്ളമൊക്കെ ഊറ്റി ആ മസാലയിലേക്ക് ഒന്നിടുക. അതിനുശേഷം ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അത് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡിപ്പ് ചെയ്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ വെച്ച് റോൾ ചെയ്ത് എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അകവും പുറവും നന്നായി വെന്തതിന് ശേഷം അത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചെറുപയർ കട്ട്ലറ്റ് റെഡി. ഇനി ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക.